ഈ അടി ഉണ്ടാക്കിയ മുണ്ടാനക്ക് താങ്ക് യു. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ട്രാവലിന് നമ്മൾ നാട്ടിലേക്ക് വെക്കേഷന് പോകുന്ന ഇൻഷാ അല്ലാ. അപ്പം അതിൻ്റെ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ 2 കൊല്ലമായി നമ്മൾ നാട്ടിൽ പോയിട്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും നമുക്കും ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് കുറച്ച് കൂടുതലുണ്ട്. അപ്പം അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെ റാൻഡമായിട്ടുള്ള കുറച്ച് ക്ലിപ്സ് ഞാൻ ഇൻക്ലൂഡ് ആക്കിയതാട്ടോ. ഇതിപ്പോൾ 2 ദിവസം നമ്മൾ നാട്ടിൽ പോകുന്നതിൻ്റെ ഒരു തലേന്നും അതിൻ്റെ മുന്നത്തെ ദിവസമെല്ലാമായിട്ടാണ് ഇങ്ങനെ പാക്ക് ചെയ്യുന്നത്. അതിൻ്റെ മുന്നേ നമ്മൾ ഒരാഴ്ച മുന്നേ എല്ലാം ഡ്രസ്സെല്ലാം എടുത്ത് വെക്കാൻ തുടങ്ങിയിന്. ട്രോളിയെല്ലാം താഴത്തെടുത്ത് വെച്ച് നമ്മളെല്ലാം എന്താ പറയുക മാറ്റി വെച്ച്, ട്രോളിയെല്ലാം നമ്മൾ അളമാരേൻ്റെ മുകളിലെല്ലാം ആയിട്ട് വെച്ചിരിക്കുമല്ലോ. അപ്പോൾ എല്ലാം എടുത്ത് വെച്ച് പൊടിയെല്ലാം മുട്ടിയെല്ലാം സെറ്റാക്കി അങ്ങനെയുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒരു റഫായിട്ടൊക്കെ എടുത്ത് വെച്ചിനു. പിന്നെ ഫൈനൽ ചെയ്തിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യുന്നത് നമ്മൾ നാട്ടിൽ പോകുന്നതിൻ്റെ തലേന്നും അതിൻ്റെ മുന്നത്തെ ദിവസമെല്ലാം ആയിട്ടാട്ടോ. പുതിയ ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ ബ്രഷ് വേണമെന്ന് ഉള്ളതിൻ്റെ കളക്ട് ചെയ്യുന്നതിൻ്റെ ബഹളാട്ടോ ഇപ്പം നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളെല്ലാരും പൊട്ടല്ലേ പറഞ്ഞത്? ബാഗ് സാധാരണ കോവിഡിന് മുന്നേ നോർമലായിട്ട് പാക്ക് ചെയ്ത് ഇതുപോലെ കവർ ചെയ്യലൊന്നുമില്ല, അല്ലാണ്ട് തന്നെ അങ്ങനെ നാട്ടിൽ പോയലേനു. ആദ്യമെല്ലാം മറ്റേ എന്താ പറയുക നമ്മളെ കാർട്ടൂൺസിലാണല്ലോ. ഇപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രോളിയിലേക്കാക്കി കുറച്ചും കൂടി എളുപ്പത്തിന്. പിന്നെ കോവിഡ് കഴിഞ്ഞാലാണ്, കോവിഡിൻ്റെ ആ സമയത്ത് നമ്മൾ നാട്ടിൽ പോയവരാണ് ഇങ്ങനെ റാപ്പ് ചെയ്യുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടാ. പിന്നെ അത് കുറച്ചും കൂടെ നല്ലതാന്ന് തോന്നിന്. മഴയത്തല്ലേ നമ്മൾ എന്തായാലും നാട്ടിലെത്തുക. അപ്പോൾ ഇപ്പോൾ വണ്ടീൻ്റെ മേലെ ക്യാരിയറിലൊക്കെ വെച്ചിട്ട് പോകുന്ന സമയത്താണെങ്കിലും നനയാണ്ടിരിക്കാനും എല്ലാം കുറച്ചും കൂടെ നല്ലതാന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഇതങ്ങ് മാറ്റിയാൽ മതിയല്ലോ. ട്രോളിക്കൊന്നും അധികം ഡാമേജ് ഒന്നും വരില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ. പക്ഷേ ഇത് ഭയങ്കര ഒരു ഇപ്പോൾ എയർപോർട്ടിൽ നിന്നെല്ലാം പാക്ക് ചെയ്ത് തരുമ്പം കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ ഒരു മെഷീനിൽ ഇട്ടിട്ട് ഇങ്ങനെ കറക്കുമ്പം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വരും. ഇത് ഭയങ്കര എന്താ പറയുക കുറച്ചും കൂടെ ഒരു എനർജി വേണ്ട ഒരു വർക്കാണ്. കാരണം ഒരാളിങ്ങനെ റോൾ ചെയ്യണം, ഒരാൾ ആ പെട്ടി എടുത്തിട്ട് ഇങ്ങനെ തിരിക്കണം. പക്ഷേ കുട്ടികൾക്ക് ഇതിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് അവരുണ്ട് ചെയ്യാൻ. ഇടയ്ക്ക് ഞാനും പോയിട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഇന്ന് ഉച്ചക്ക് തന്നെ ഞാൻ കൊഞ്ചം ബിരിയാണി ആക്കിനാണ്, നമ്മളെ ചെമ്മീൻ ബിരിയാണി. അത് കുറച്ച് നീട്ടി വലിച്ചുണ്ടാക്കിയിട്ട് എന്തായാലും രാത്രി ഇങ്ങനെയുള്ള പണിയെല്ലാം ഉണ്ടാവും എന്നറിയാം. അതുകൊണ്ട് പിന്നെ കുക്കിങ്ങിന് ഒരു ടൈം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് തന്നെ ഇന്ന് രാത്രി നമ്മൾ കഴിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുട്ടികളെല്ലാം കിടന്ന് അവർക്ക് മദ്രസയുണ്ട്. ഇത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പുട്ടാക്കിയത് എളുപ്പമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണല്ലോ. അപ്പോൾ എപ്പോഴും ഗോ ടു ഫുഡ് എന്ന് പറയാൻ പുട്ട് തന്നെയാട്ടോ. പുട്ടാക്കി ഫ്രിഡ്ജെല്ലാം ക്ലീൻ ആക്കുന്ന സമയത്ത് കുറച്ച് വെജീസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തീർക്കണമല്ലോ. ഉരുളക്കിഴങ്ങ് കണ്ടിനു. അപ്പം ഞാൻ ഇന്ന് ഉരുളക്കിഴങ്ങ് സ്റ്റൂ എന്നൊക്കെ പറയും നമ്മളവിടുന്ന്. സ്റ്റൂ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചിട്ടുള്ള ഒരു യെല്ലോ കറിയാണ്. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടം അത്. ഉരുളക്കിഴങ്ങ് കറിയും പുട്ടും. അപ്പോൾ തേങ്ങേൻ്റെ ഒരു കോക്കനട്ട് പൗഡറാണ് ഉള്ളത്. അപ്പോൾ ഞാനൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ പച്ചവെള്ളമാകുമ്പം മിക്സ് ആവാത്ത പോലെ തോന്നലുണ്ട്. പിന്നെ ഇതും ഫ്രിഡ്ജ് ക്ലീൻ ആക്കുന്ന സമയത്ത് കിട്ടിയതാണ്.
2 അനാറും കൂടി ഉണ്ടേനു. അപ്പോൾ അതും കൂടെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ചില സംഭവങ്ങളുണ്ടാവുമല്ലോ നമ്മൾ ഫ്രിഡ്ജിൽ ഇടയിലെല്ലാം പെട്ട് കിടക്കുന്ന, അങ്ങനെ പെട്ട് കിടന്ന 2 അനാറാണിത്. ഞാൻ അനാറ് കട്ട് ചെയ്യുക ഇങ്ങനെയാട്ടാ, ഇടയ്ക്ക് നടുക്ക് കൂടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മുട്ടിയിട്ട് അത് ഇങ്ങനെ ആക്കലുണ്ട്. പക്ഷേ കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ്. ഒരു ഫ്ലവർ പോലെ കിട്ടും. സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അത് നമുക്കിങ്ങനെ അടർത്തി എടുക്കാനും പറ്റും. പക്ഷെ വേറൊരു പ്രശ്നമുള്ളത്, ഈ അനാറ് ക്ലീനാക്കി കഴിഞ്ഞാൽ നമ്മളെ കൈയും വൃത്തികേടാവും. പിന്നെ ഇത് കറയാണ്, നമ്മൾ ഡ്രസ്സിലെല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ പോവില്ല. ഇതുപോലെ എനിക്കൊരു പെരുന്നാളിൻ്റെ സമയത്ത് ഞാൻ അനാറിങ്ങനെ എന്താ പറയുക വൃത്തിയാക്കുന്ന സമയത്ത് എൻ്റെ ഡ്രസ്സിലായിട്ട്, അതും ഫ്രണ്ട് സൈഡിൽ തന്നെ ആയത്, പിന്നെ അത് പോയിട്ടില്ല. അന്നേരം എനിക്ക് മനസ്സിലായ അത് കറയാന്നുള്ള. അപ്പോൾ ഇത് ക്ലീനാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്ക് കൈ കഴുകുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ നഖത്തിൻ്റെ എല്ലാം ആ ഒരു ഭാഗത്ത് ഒരു ബ്ലാക്ക് കളർ പോലെ ഇങ്ങനെ ആയിട്ട് കൈ വൃത്തികേടായിട്ടുണ്ടാവും. അത് ഐഷുവിന് വേണമെന്ന് ഉണ്ടാക്കിയതാണ്. ഒന്നാക്കാം, കുറച്ച് കഴിഞ്ഞാക്കാം. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ വിത്ത് ഹനാൻ ഷാൻ്റെ വ്ളോഗ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ എൻ്റെ ഇടയിൽ എൻ്റെ എന്താ പറയുക അടിച്ച് വാരൽ തുടക്കൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിന് കുറച്ച് അലക്കാനുണ്ടായിരുന്നു. ഇത് പിന്നെ ഉച്ചയെല്ലാം കഴിഞ്ഞിന് കേട്ടോ. കുട്ടികൾ അവരെ എന്താ പറയുക എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എടുക്കുന്ന ബാഗും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ദുവമോൾ എടുക്കുന്ന സംഗതികളാണ്. അപ്പോൾ ഇതിലിപ്പം ആഹിലിൻ്റെ കുറച്ച് പെന്നും എനിക്ക് വായിക്കാനുള്ള ബുക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ദുവ അധികവും നാട്ടിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ വേർഡ് സെർച്ച് പോലത്തെ സംഭവങ്ങളൊക്കെ എടുക്കും. ഫ്ലൈറ്റിൽ നിന്ന് ചിലപ്പം ഉറങ്ങിപ്പോകും കേട്ടോ. അധികവും കയറി കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങിയിട്ട് ഫുഡ് വരെ കഴിക്കൂല, അങ്ങനെ ഉണ്ടാവില്ലേ. അതിൻ്റെ ഇടയിൽ ഇതാ ഫാത്തിമ ഓളെ ബാഗും കൂടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓളാണ് കുറച്ച് വലിയ ബാഗ് എടുക്കുന്നത്. അതിലെന്തെങ്കിലെല്ലാം നമ്മൾ മറന്നുപോയ സാധനങ്ങളൊക്കെ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ദുവ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ട്രാവൽ ചെക്ക് ലിസ്റ്റ് പോലെ അങ്ങനെ ഉണ്ടാക്കിനേനു കേട്ടോ. സംഗതി നല്ലതാണ് നോക്കുമ്പോൾ. എല്ലാം നമുക്കിങ്ങനെ ടിക്ക് ചെയ്ത് പോവാം, ഒന്നും മറന്നു പോവില്ല. ഇത് പിന്നെ നമ്മൾ ഹാൻഡ് ബാഗേജ് ആയിട്ട് പിടിക്കുന്ന കേട്ടോ. 2 ചെറിയ ട്രോളിയാണ്. ദുവയും ആഹിലും ക്യാരി ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ അതിൻ്റെ തൂക്കം നോക്കുന്ന നമ്മൾ എത്രയെല്ലാം എന്താ പറയുക പെട്ടിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാലും എന്തെങ്കിലുമെല്ലാം മറന്നു പോകുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തോ ഒരു ഐറ്റം മറന്നു പോയിട്ട് അത് വെച്ച് കഴിഞ്ഞതിന് ശേഷം തൂക്കം നോക്കിയതാണേ ഉള്ളു. ആയിഷ ഒരു ചെറിയ ബാഗ് എടുക്കുന്നത്. അപ്പോൾ അതിലെന്തെല്ലോ സാധനങ്ങൾ ഓളും ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ക്ലീൻ ആക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ബിഗ് ബീൻ്റെ തീരാനായ ഒരു ട്യൂബും കൂടെ കിട്ടീനേന്. അന്നേരം അത് കണ്ടേരെ ആയിഷക്ക് മൈലാഞ്ചി ഇടണം. അങ്ങനെ ഒരു കയ്യിൽ ഓൾറെഡി രാവിലെ ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു കയ്യിലും കൂടി ഇതാ ഇടണം എന്ന് പറഞ്ഞിട്ട് ആ തിരക്കിലോളം എന്നെ കൊണ്ട് ഇടിയിപ്പിക്കുന്നത്. പിന്നെ ഇതിന് ഒരു പ്രത്യേകത ഇട്ട് കഴിഞ്ഞിട്ട് അന്നേരം തന്നെ കഴുകിക്കളഞ്ഞാലും നല്ല കളറ് വരുമല്ലോ. ഇന്ന് ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പണിയില്ല, പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്നത്. കാര്യം ഇത്ര നേരം എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുക്കിങ്ങും കൂടെ ആവില്ല എന്നുള്ളതുകൊണ്ട് നമ്മളിന്ന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങി. സൂഫി മന്തിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒന്ന് ഹണി ചിക്കൻ വാങ്ങി, പിന്നെ ഒന്ന് സാദാ ചിക്കൻ.
നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ലേറ്റായി. ഇങ്ങനെ ഓരോരോ പണികളല്ലേ, അതുപോലെ തന്നെ ചോറ് തിന്നാനെല്ലാം ലേറ്റായി ഞാൻ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളെല്ലാം അലമാരയിൽ എടുത്ത് വെക്കാനുണ്ടേനു. കാര്യം ഇത് പുറത്ത് വെച്ച് പോയാൽ എന്തായാലും ഇവിടെ വിൻഡോ സൈഡിൽ കൂടെ വിൻഡോ എല്ലാം പൂട്ടിയെന്ന് പറഞ്ഞാലും എങ്ങനെയാണ് പൊടി വരുന്നതെന്ന് അറിയില്ല. അപ്പം പൊടിയല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഹാങ് ചെയ്ത് വെച്ച ഡ്രസ്സുകൾ ഹിജാബുകളെല്ലാം ഞാൻ എടുത്തിട്ട് മാറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ബാഗും കൂടെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ചെറിയ ചെറിയ ബാഗ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വെക്കുന്നത്. ഇതിലിപ്പം ഒരു പിന്നെ എന്താ പറയുക തലവേദനൻ്റെ ടാബ്ലറ്റും പിന്നെ ടിഷ്യൂ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ വാസലൈൻ, പിന്നെ എൻ്റെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്, പിന്നെ ഒരു ചെറിയ പെർഫ്യൂം അങ്ങനെയുള്ള. ഇത് പിന്നെ സാനിറ്ററി പാഡ് വെക്കുന്ന ഒരു ബാഗാണ്, ഞാൻ ടെമോന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതും ഒരു 3-4 എടുത്തിട്ടുണ്ട്. പെൺകുട്ടികളുള്ള ഉമ്മമാർ എന്തായാലും കയ്യിൽ വെക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ സാധാ ഞാൻ സ്ഥിരം എടുക്കുന്ന ID കാർഡുകൾ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള പൗച്ച്. അപ്പോൾ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ബാഗിൻ്റെ ചുറ്റും ഞാൻ ഇങ്ങനെ വെച്ചിനേനും. ഇത് ഇയർഫോൺ ഇട്ടിട്ട് വെക്കുന്ന ഒരു ചെറിയൊരു ബോക്സാട്ടോ. ഇത് ഞാൻ ടെമോന്ന് വാങ്ങിച്ചതാണ്. ഇത് പിന്നെ ആഹിലിനുള്ള മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഓനിക്കാണ് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ എക്സിമ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് കൂടും കുറയും. അപ്പം മുഖത്ത് ഇങ്ങനെ ചിലപ്പോൾ ഒരു റെഡ് ഇങ്ങനെ ഒരു റാഷസ് പോലെ വരും. അപ്പോൾ ഡോക്ടർ ഇത് തേച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു ഐ മാസ്ക്, പെന്ന്, ചീർപ്പ്, ഒരു ബുക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ബാഗിൽ അധികം വെക്കാത്ത ഒരു സംഭവമാണ് ഇതുപോലെ ഇതാ നട്ട്സ്. ഇത് നമ്മളെ കാഷ്യൂ നട്ടില്ലേ, അതിങ്ങനെ ഉപ്പിലിങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്ത് അതാണ്. അത് ജസ്റ്റ് വെക്കുന്നുണ്ട്. അവർ അലോ ചെയ്യുമെന്നറിയില്ല, നോക്കാം. പിന്നെ അതാ ഖുറാൻ എടുക്കുന്നുണ്ട്. ഒരു മിനി ഖുറാനാണ്. നമ്മൾ ഉംറക്ക് പോയ സമയത്ത് അവിടെ ഖുറാൻ്റെ ഫാക്ടറി പോകുമല്ലോ, അപ്പോൾ അവിടെ പോകുന്ന എല്ലാവർക്കും അവരിതുപോലെ ചെറിയ ഖുറാൻ തരും. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ട്രാവൽ സമയത്തൊക്കെ എടുക്കാൻ നല്ല ക്യാരി ചെയ്യാനെല്ലാം ഒരുവിധം എല്ലാ സാധനങ്ങളും കൊള്ളും കേട്ടോ. ഞാൻ സത്യത്തിൽ ഈ ബാഗ് ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു കുറേ വർഷമായി. മാംഗോന്ന് ഓൺലൈനായിട്ട് അങ്ങനെ വാങ്ങിച്ചാണ്. പക്ഷെ വാങ്ങിച്ച സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഇനി ഇതൊരു തോണി പോലെ ഇങ്ങനെ നിൽക്കുന്നത്, ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്നാമത് എനിക്ക് വലിയ ബാഗ് ഇഷ്ടമില്ല ക്യാരി ചെയ്യാൻ, ബാഗ് തന്നെ എടുക്കാൻ ഇഷ്ടമില്ല. പക്ഷേ ബാഗുകൾ വാങ്ങാൻ ഇഷ്ടം, എനിക്കിങ്ങനെ എടുക്കാൻ ഇഷ്ടമില്ല എന്നുള്ള ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അത് യൂസ്ഫുൾ ആയത് നമ്മൾ ദുബൈയിലും പിന്നെ ഉംറക്കെല്ലാം പോയ സമയത്ത് ഒരുപാട് സാധനങ്ങൾ ഇതിൽ വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ഈസിയാണ്. അങ്ങനെ അന്ന് മുതൽ പിന്നെ ഇത് നല്ല അടിപൊളിയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇപ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഇത് തന്നെയാണ് എടുക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്ക് പഫ്സാണ് ഉണ്ടാക്കുന്നത്. മുട്ട ബോയിൽ ചെയ്ത് വെച്ചിനേനു. ഫ്രിഡ്ജ് ക്ലീൻ ആക്കുന്ന സമയത്ത് വെജീസൊക്കെ കുറച്ചുണ്ടേനു എന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെ പഫ് പേസ്ട്രി ഉണ്ടേനു, പിന്നെ ഒരു 3-4 മുട്ട, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടേനു. ഇപ്പോൾ ബ്രൗണി ഉണ്ടാക്കാനുള്ള കുറച്ച് ബട്ടറും ചോക്ലേറ്റും കൂടി ഉണ്ട്. അപ്പം അതും ഉണ്ടാക്കണം. ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് കുട്ടികൾക്ക് കൊടുക്കട്ടെ, അവർക്ക് വിശക്കുന്നതെന്നെല്ലാം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 ഉള്ളി വെച്ചിട്ട് കേട്ടോ മസാല ഉണ്ടാക്കിന്. കാര്യം ഇവിടെ 2 ആൾക്ക് ഒരു പഫ്സിൻ്റെ ഉള്ളിലത്തെ മസാല ഇഷ്ടമില്ല. അവരെടുത്ത് മാറ്റിയിട്ട് മുട്ടയും ആ ഒരു പഫ് പേസ്ട്രീൻ്റെ ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ ക്രിസ്പി ആയിട്ടുള്ള, അത് മാത്രമേ കഴിക്കുക. അപ്പോൾ ഞാൻ കുറച്ചേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഫ്രിഡ്ജ് ഒന്നും കൂടെ ഒന്ന് ക്ലീനാക്കി സെറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഓരോ പണീൻ്റെ ഇടയിൽ അങ്ങനെ ഓരോന്നങ്ങ് ചെയ്തു വരും.
അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതൊരു നോ ഫെയിൽ റെസിപ്പി എന്ന് തന്നെ പറയാം കേട്ടോ. എനിക്ക് എപ്പം പഫ്സ് ഉണ്ടാക്കിയാലും നന്നായിട്ട് വരും. കാരണം ഈ പഫ് പേസ്ട്രി നമ്മൾ ഉണ്ടാക്കുന്നില്ലല്ലോ, അത് ഉണ്ടാക്കൽ കുറച്ച് ഇടങ്ങാറുള്ള പരിപാടിയാണ്. ഞാൻ അധികം വാങ്ങിക്കൽ തന്നെയാണ്. നമ്മൾ പുറത്ത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കൂലേ, അതിനേക്കാളും നല്ല അടിപൊളി പഫ്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നമുക്ക്. അങ്ങനെ നമ്മളതെല്ലാം കഴിച്ച് ഇരിക്കുന്ന സമയത്ത് റൈസ് ഖാൻ്റെ ഏട്ടനും മോനും വന്നിരുന്നു. നമ്മളിങ്ങനെ പോന്നാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വെറുതെ കാണാൻ വന്നതാണ്. അപ്പോൾ ആ ടൈമിൽ റൈസ് ഖ ഇല്ലേനു. റൈസ് ഖാക്ക് ഒരു മീറ്റിംഗ് ആയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വർത്താനെല്ലാം പറഞ്ഞ് പിന്നെ അവർ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഇതാ ഞാൻ പറഞ്ഞല്ലോ ബ്രൗണി ഉണ്ടാക്കാനുള്ള കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ബ്രൗണിയും കൂടെ ഞാൻ റെഡിയാക്കാൻ വെച്ചിന്. ഇത് സത്യത്തിൽ ഞാൻ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ദിവസം കയ്യിലെടുക്കുക, അവർക്ക് വേണമെങ്കിൽ എയർപോർട്ടിൽ നിന്നൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നെയാണ്. നോക്കുമ്പം ആയിക്കഴിഞ്ഞേരെ കുട്ടികൾ പറഞ്ഞ് നമ്മളിപ്പോൾ തന്നെ തിന്നുന്നതെന്ന് പറഞ്ഞിട്ട് അവർക്ക് ക്ഷമയൊന്നുമില്ല. അങ്ങനെ അവർ അന്നേരം തന്നെ കഴിച്ച് തീർക്കട്ടെ ചെയ്തിന്. ഇന്നിപ്പോൾ ഡിന്നറിന് ഞാൻ സാമ്പാറും ദോശയാണ് റെഡിയാക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ടൈം കിട്ടുമ്പോൾ ഞാൻ ഇവിടെ കിച്ചണിൽ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. എല്ലാം മണി പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ട് ഹാളിൽ കൊണ്ടുവെക്കുന്നുണ്ട്, ഡൈനിങ് ടേബിളിൻ്റെ മുകളിലും അങ്ങനെയെല്ലാമായിട്ട്. അതാകുമ്പം നനക്കാനും കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ നാട്ടിൽ പോകുന്ന ആ വെക്കേഷൻ ടൈമിൽ ചെടി നനക്കാൻ നമ്മൾ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ എല്ലായിടത്തും വന്നിട്ട് നനക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാ ചെടികളും ഞാൻ ഒരു സ്ഥലത്തായിട്ട് അങ്ങനെ വെച്ചാൽ ഇവിടെ തന്നെ പ്ലാന്റ്സിനെല്ലാം കുട്ടികൾ വെള്ളം ഒഴിക്കുന്നുമുണ്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. സോയിലെല്ലാം പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈ ആവുന്നുണ്ട്. പിന്നെ ഡിന്നറെല്ലാം കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് ഫോണെല്ലാം നോക്കി. കുറേ നേരമായി അതിന് ഫോണെല്ലാം നോക്കിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഫ്രിഡ്ജെല്ലാം ക്ലീനാക്കി. പിന്നെ ഇതുപോലെയുള്ള പൾസസും കാര്യങ്ങളെല്ലാം മെയിനായിട്ട് ഈ പരിപ്പ്, പയർ, കടല ഇങ്ങനത്തെയെല്ലാം ഞാൻ ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. കാര്യം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കുത്തൻ പോലത്തെ ഒരു ബ്ലാക്ക് ചെറിയൊരു പ്രാണി വരാൻ ചാൻസ് ഉണ്ട്, ഉഴുന്ന് അതിലെല്ലാം. പിന്നെ ഈ പൊടികൾ, പുളി അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് സംഗതികളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. അതാവുമ്പം സേഫാണല്ലോ, വേറെ പ്രാണികളും കാര്യങ്ങളൊന്നും എന്തായാലും വരില്ല. ഫ്രിഡ്ജ് നമ്മൾ ഓണാക്കി വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ട്രാവൽ പ്രിപ്പറേഷൻസ്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വേറെയും ചെയ്തിട്ടുണ്ട്. അതൊന്നും പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇടയ്ക്ക് മറന്നു പോവും പണീൻ്റെ എല്ലാം തിരക്കിൽ വ്ളോഗ് എടുക്കുന്നതെന്നുള്ളത്. എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ട്രാവൽ വ്ളോഗെല്ലാം ആയിട്ട് വരാം ഇൻഷാ അല്ലാ. ടേക്ക് കെയർ, ബൈ ബൈ.